ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പോലീസുകാര് മുകുന്ദനെ കോടതിയിൽ എത്തിക്കുകയാണ്. മുകുന്ദനോട് അർച്ചന സംസാരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും എസ് ഐ ദിലീപ് അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെ അർച്ചനയും ദിലീപും തമ്മിൽ വാക്കുതർക്കമാവുകയാണ്. കോടതിക്ക് പുറത്ത് മുകുന്ദന്റെ അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് റൈറ്റ്സ് ഉണ്ട്, ഞാൻ എന്തായാലും മുകുന്ദനോട് സംസാരിച്ചിട്ടേ പോവൂ, നീ വാടാ എന്നും പറഞ്ഞ് അർച്ചന മുകുന്ദന്റെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോവാനായി നിൽക്കുമ്പോ ദിലീപ് മുകുന്ദനെ മറ്റൊരു കൈ പിടിച്ചവിടെ നിർത്തുകയാണ്. നീ ഇവിടുന്ന് ചലിച്ചു പോവരുത്, വകുപ്പ് മാറുമെന്ന് പറഞ്ഞ് മുകുന്ദനെ അവിടെ നിന്നും കോടതിയിനകത്തേക്ക് കൊണ്ടുപോവുക. അത് കണ്ട് അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുകുന്ദനെ അങ്ങനെ കൊണ്ടുപോകുന്നതിൽ അർച്ചനയ്ക്ക് ആകെ വിഷമാവുകയാണ്. കോടതിക്കകത്ത് വെച്ച് കേസ് പരിഗണിക്കുന്നതിനു മുന്നേ ജഗദീഷ് വക്കീല് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, അർച്ചനയ്ക്ക് ഇപ്പൊ തന്നെ നെഞ്ചെടുപ്പ് തുടങ്ങി എന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, സ്വന്തം അനിയന്റെ ജാമ്യല്ലേ വാദിക്കാൻ പോകുന്നത്, അപ്പൊ പിന്നെ നെഞ്ചെടുപ്പ് ഉണ്ടാവുമെന്നൊക്കെ പറയാണ്. രവി വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, ഒരു കാരണവശാലും അർച്ചനയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് പറയാണ്. അങ്ങനെ അവര് മൂന്നുപേരും അർച്ചനയെ എങ്ങനെയൊക്കെ തകർക്കാമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജഡ്ജി വരുന്നത്. ജഡ്ജി എന്നിട്ട് ആദ്യം തന്നെ മുകുന്ദന്റെ കേസ് പരിഗണിക്കാമെന്ന് പറയുന്നുണ്ട്. കോടതി ചോദിക്കുന്നുണ്ട്, ഇന്നലെ അറസ്റ്റ് ചെയ്ത കേസല്ലേ ഇത്, വാദിഭാഗത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ജാമ്യം അനുവദിക്കാമെന്ന് പറയുമ്പോ ജഗദീഷ് വക്കീല് വാദിഭാഗത്തു നിന്നും പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഈ കേസ് എന്ന് പറയുന്നത് ഒരു സാധാരണ പണം തട്ടിപ്പ് കേസല്ല. മാർക്കറ്റിൽ ഇപ്പോൾ സ്വർണത്തിന്റെ വിലയെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുക്കുപണ്ടങ്ങൾ നൽകി പണം തട്ടുന്ന ഒരു മാഫിയ സംഘം തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാഫിയ സംഘമായി ബന്ധമുണ്ടോ മുകുന്ദനെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കേസ് തുടർന്ന് അന്വേഷിക്കുന്നതിനും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തുന്നതിനും പ്രതിയായ മുകുന്ദന് ജാമ്യം അനുവദിക്കരുതെന്നും പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നുവെന്ന് ജഗദീഷ് വക്കീല് വാദിഭാഗത്തു നിന്നും പറയാണ്. കോടതി അപ്പോ പ്രതിഭാഗം വക്കീലിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്റെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുണ്ടായ കാരണം കേസ് ഹിസ്റ്ററിയിൽ പോലീസ് തന്നെ വിശദമായി എഴുതിയിട്ടുണ്ട്. എന്റെ കക്ഷി ഒരു മാസ ശമ്പളക്കാരനാണ്, ഒരു സാധാരണ കുടുംബമാണ് എന്റെ കക്ഷിയുടേത്. നാളിന്ന് വരെ എന്റെ കക്ഷിയുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് എന്റെ കക്ഷിക്ക് മാഫിയ സംഘമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. കേവലം സംശയത്തിന്റെ പേരിൽ മാത്രമാണ് എന്റെ കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നെല്ലാം അർച്ചന പറയുമ്പോ ജഗദീഷ് വക്കീല് വിജയ് ശങ്കറുമായി സംസാരിക്കുകയാണ്. പോയിന്റുകളെല്ലാം വിജയ് ശങ്കർ പറഞ്ഞു കൊടുക്കുമ്പോ ജഗദീഷ് വക്കീൽ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് ഈ മുകുന്ദൻ എന്ന ആൾ പണയപ്പെടുത്തിയ മുക്കുപണ്ടങ്ങൾ പോലീസിന്റെ തൊണ്ടി മുതലായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അർച്ചന അപ്പോൾ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുഖത്തുള്ള ഈ അടയാളം എന്താണ്? ഇത് കോടതി മുറിയാണ്, നിങ്ങൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, സത്യം നിങ്ങൾക്ക് തുറന്നു പറയാം, ലോക്കപ്പിലിട്ട് പോലീസുകാർ നിങ്ങളെ മർദ്ദിച്ചതാണോ ഈ പാടുകൾക്കെല്ലാം കാരണം എന്ന് അർച്ചന ചോദിക്കുമ്പോ SI ദിലീപും വിജയ് ശങ്കറും ജഗദീഷ് വക്കീലെല്ലാം ആകെ ഷോക്കാവുന്നുണ്ട്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, അതെ, എന്നെ പോലീസുകാര് മർദ്ദിച്ചു, നന്നായിട്ട് തന്നെ ഉപദ്രവിച്ചു എന്ന് പറയാണ്. അർച്ചനപ്പ വീണ്ടും പറയുന്നുണ്ട്, ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയാൽ കാരണമില്ലാതെ തല്ലിച്ചതക്കിയാണ് പോലീസുകാര്, അതുകൊണ്ട് എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും പോലീസ് കസ്റ്റഡിയിൽ വിടരുതെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് അർച്ചന പറയാണ്. ജഡ്ജിയപ്പോ വാദിഭാഗം വക്കീലിന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, ഈ പ്രതിയെ മർദ്ദിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല, അതിനൊരു ക്ലാരിറ്റി വേണമെങ്കിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസിനെ ചോദ്യം ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ SI ദിലീപിനെ ജഗദീഷ് വക്കീൽ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ പ്രതികളെ ഇടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ഞങ്ങൾ ജനമൈത്രി പോലീസുകാരല്ലേ സാർ, ഞങ്ങൾ അങ്ങനെ പ്രതികളെയൊന്നും ഉപദ്രവിക്കാറില്ലെന്ന് പറയാണ്. പ്രതിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ജഗദീഷ് വക്കീൽ ചോദിക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ഈ പ്രതി ലോക്കപ്പിൽ തലകറങ്ങി വീണതാണ് സാർ, ഞങ്ങൾ അപ്പൊ തന്നെ വൈദ്യസഹായവും നൽകിയെന്ന് പറയുന്നുണ്ട്. ജഗദീഷ് വക്കീൽ അപ്പൊ കോടതിയോട് പറയാണ്, പ്രതിക്ക് വൈദ്യസഹായം നൽകിയതിന്റെ പ്രിസ്ക്രിപ്ഷൻ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയാണ്. വീണ്ടും വിജയ് ശങ്കറും ജഗദീഷ് വക്കീലും തമ്മിൽ സംസാരിക്കുകയാണ്. അർച്ചന അപ്പോൾ വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ ജഗദീഷ് വക്കീൽ, നിങ്ങൾ കോപ്പി അടിച്ചിട്ടാണോ വക്കീൽ എക്സാം പാസ്സായത്? കോടതി വിസ്താരത്തിനിടയിൽ മറ്റുള്ളവരോട് പോയി അഭിപ്രായം ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു പോയതാണ്. കേസിൽ എന്താ നിങ്ങൾക്ക് സ്വന്തമായി വാദിക്കാൻ ലോ പോയിന്റ്സ് ഒന്നുമില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയറിനോട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് വെച്ചായിക്കൂടെ? ഒരു
ഒരു സീനിയർ വക്കീലിന് ജൂനിയർ വക്കീലിനെ പരിശീലിപ്പിക്കാനുള്ള ഒരു പരിശീലന കളരിയായി ഈ കേസിനെ മാറ്റരുതെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നെല്ലാം അർച്ചന പറയുമ്പോൾ ജഗദീഷ് വക്കീലും വിജയ് ശങ്കർ എല്ലാം ആകെ ഷോക്കാവുന്നുണ്ട്. ജഗദീഷ് വക്കീൽ അപ്പോ വീണ്ടും കോടതിയോട് പറയുന്നുണ്ട് ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും അത് ഈ കോടതിയെ ദുർബലപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട് വാദിഭാഗം ജാമ്യാപേക്ഷ എതിർക്കുന്നതുകൊണ്ട് കോടതിക്ക് ചില പരിമിതികളുണ്ട്. 10 മിനിറ്റിനു ശേഷം ഈ ജാമ്യാപേക്ഷയ്ക്ക് വിധി പറയുന്നതായിരിക്കുമെന്ന് പറയാണ്. അർച്ചനയും വിജയശങ്കറും എല്ലാവരും തന്നെ വിധി അറിയാനായി ആകെ ആകാംക്ഷയോടെ അങ്ങനെ കാത്തിരിക്കുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ മുകുന്ദന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് ആകെ ടെൻഷനുണ്ട്. അമ്പാട്ടിലാണെങ്കിൽ മഞ്ജു ആകെ ടെൻഷനിലാണ്. മഞ്ജു രുക്കുവിനോട് പറയുന്നുണ്ട് അനന്തേട്ടനെ വിളിച്ച് കിട്ടുന്നില്ല, മുകുന്ദന് ജാമ്യം കിട്ടിയോ ഇല്ലയോ ആവോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് അച്ചുവിനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. ചേച്ചി ഇപ്പോഴും മുകുന്ദേട്ടന് ജാമ്യം കിട്ടുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണോ? മുകുന്ദേട്ടന് അങ്ങനെയൊന്നും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. കാരണം അർച്ചന ചേച്ചിയുടെ എതിർഭാഗത്ത് നിൽക്കുന്ന വക്കീല് എന്റെ ഏട്ടനാണ് എന്നല്ല രുക്കു പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ. ചന്ദ്രേച്ചിയെ വിളിച്ചാൽ കാര്യങ്ങൾ അറിയും, ഞാൻ വിളിച്ചാൽ ചേച്ചി ചിലപ്പോ എല്ലാം പറഞ്ഞെന്ന് വരില്ല, നീയൊന്ന് ചേച്ചിയെ വിളിക്കുന്നു പറയാണ്. അങ്ങനെ രുക്കു ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് അവര് സംസാരിക്കുന്നത്. കോടതിയിൽ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് വിധി വന്നിട്ടില്ല, കോടതിയിൽ എന്തായാലും വലിയ ഷോ കാണിച്ചതുകൊണ്ടൊന്നും ജാമ്യം കിട്ടാൻ പോകുന്നില്ല. ചീള് കേസ് വാദിക്കാൻ വിജയേട്ടനെ പോലുള്ള ഒരു വക്കീൽ എന്തിനാണ്? അർച്ചനയോട് മുട്ടാൻ വിജയേട്ടന്റെ ജൂനിയേഴ്സിന്റെ ആവശ്യമേ ഉള്ളൂ. എന്തായാലും കുറച്ചു കഴിയുമ്പോൾ അർച്ചന തറ പറ്റും എന്നെല്ലാം ചന്ദ്ര അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയോട് മഞ്ജു രുക്കു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. രുക്കു അപ്പൊ തന്നെ ചന്ദ്രയോട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. വളരെ വിഷമത്തോടെ ചിന്നു ചോദിക്കുന്നുണ്ട് രുക്കു ആന്റി മുകുന്ദൻ മാമന് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് ഒന്നും പറയാനായിട്ടില്ല, വാദം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട് എന്താകോ എന്തോ, രമ്യയുടെ തലവീതി പോലെ ഇരിക്കും എല്ലാം എന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പോവുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ചിന്നുവിന്റെ ആ സങ്കടം കണ്ട് രുക്കുവിനാണെങ്കിൽ ആകെ സന്തോഷാവുന്നുണ്ട്. ചിന്നു ആണെങ്കിൽ മനസ്സിനങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് മുകുന്ദൻ മാമന് ജാമ്യം കിട്ടണേ, എന്റെ അമ്മ കേസ് ജയിക്കണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കോടതിക്കകത്ത് വെച്ച് വിജയ് ശങ്കറിനോട് രവി വക്കീല് ചോദിക്കുന്നുണ്ട് സാർ വിധി നമുക്ക് അനുകൂലമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട് അതിലൊരു സംശയം വേണ്ട, മുകുന്ദൻ എന്തായാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാണ്. അർച്ചനയും ദീപ്തിയും വസു എല്ലാവരും തന്നെ എന്തായിരിക്കും വിധി എന്നറിയാൻ ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പൊ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് അർച്ചനയെ നേർക്കുനേർ കാണാൻ എന്ന് പറയുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ ആകെ മനസ്സിൽ പേടിയാണ്, ഞാൻ കാരണം കൊണ്ട് ചേച്ചി ഈ കേസിൽ തോറ്റു പോകുമോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജഡ്ജി വരുന്നുണ്ട്. ഈ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതിനു മുന്നേ പ്രതിഭാഗം വക്കീലിനെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യുവർ ഓണർ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള തൊണ്ടി മുതൽ എന്റെ കക്ഷി തന്നെയാണ് ആ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. എന്റെ കക്ഷി ആ സ്ഥാപനത്തിൽ സ്വർണം പണയം വെക്കാൻ ചെന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. മുക്കുപണ്ടത്തോടൊപ്പം സ്വർണവും ഉണ്ടായിരുന്നല്ലോ. മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടാനായിരുന്നുവെങ്കിൽ ഇത്രയും സ്വർണ്ണാഭരണങ്ങളുമായി എന്റെ കക്ഷി ആ സ്ഥാപനത്തിലേക്ക് പോകേണ്ട ആവശ്യം എന്തായിരുന്നു? ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ എന്ന് പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ ജഗദീഷ് വക്കീലിന് പോയിന്റ്സുകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അർച്ചന വീണ്ടും പറയുന്നുണ്ട് തൊണ്ടി മുതലിന്റെ ഉറവിടം കണ്ടെത്തുന്നത് വരെ എന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കണമെന്നും ഉറവിടം കണ്ടെത്തുന്നത് വരെ എന്റെ കക്ഷി കുറ്റക്കാരനാക്കരുതെന്നും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നുവെന്ന് അർച്ചന പറയാണ്. ജഗദീഷ് വക്കീൽ അപ്പോ ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറയുമ്പോ ജഡ്ജി പറയുന്നുണ്ട് നിങ്ങൾക്ക് വാദിക്കാൻ മതിയായ സമയം അനുവദിച്ചു തന്നതാണ്, നീ എന്റെ ചോദ്യത്തിന് വാദിഭാഗം ഉത്തരം മാത്രം തന്നാൽ മതി. തൊണ്ടി മുതലിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട് തൊണ്ടി മുതൽ പണയപ്പെടുത്തിയത് മുകുന്ദൻ തന്നെയാണ്, അതിന്റെ റെസിപ്റ്റും ഹാജരാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോ ജഡ്ജി പറയുന്നുണ്ട് അതിന്റെ റെസിപ്റ്റ് ഹാജരാക്കിയത് കൊണ്ട് മാത്രമായില്ലല്ലോ, അതുകൊണ്ട് തൊണ്ടി മുതലിന്റെ ഉറവിടം അയാൾ തന്നെ ആവണമെന്നില്ല. വിശദമായ അന്വേഷണം നടത്താതെയാണോ നിങ്ങൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്ന് ദിലീപിനോട് ചോദിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ, അതിന്റെ എല്ലാം റിപ്പോർട്ടുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആരും തന്നെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ജഡ്ജി എന്നിട്ട് പറയുന്നുണ്ട് പ്രതിഭാഗം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മതിയായ വിശദീകരണങ്ങൾ വാദിഭാഗത്തു നിന്നും ഇല്ലാത്തതിനാൽ പ്രതിയായ മുകുന്ദന് ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അർച്ചനയ്ക്കും മുകുന്ദനും ദീപ്തിക്കും വസുവിനും എല്ലാം ആകെ സന്തോഷാവുന്നുണ്ട്. എന്നാൽ വിജയ് ശങ്കറും SI ദിലീപും ജഗദീഷ് വക്കീലെല്ലാം ആകെ ഷോക്കായി അങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.